വോയിസ് ഓഫ് ഗുരുവിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഞാൻ രജനി ബിജു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ ഈ അമൃതവാണികളെ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുകയാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ. ഓരോ ആഴ്ചയും ഓരോ പങ്ക്തികളെ ഞങ്ങൾ ഇവിടെ നിങ്ങൾക്കായി വായിച്ചു കേൾപ്പിക്കുകയാണ്. ഇന്നത്തെ വിഷയം എന്താണെന്നറിയാമോ? ഇപ്പോൾ എല്ലാ സ്ഥലത്തും ധ്യാന പരിശീലന കേന്ദ്രങ്ങളുണ്ടല്ലേ. സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ധ്യാന പരിശീലന ഗുരുക്കന്മാരെയും കേന്ദ്രങ്ങളും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. അതേക്കുറിച്ചാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. 2023 ജൂലൈയിലക്കം ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായിരിക്കുന്ന ശ്രീ സജീവ് കൃഷ്ണൻ സാർ എഴുതിയ സച്ചിന്ത എന്ന പങ്ക്തിയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായി വായിക്കുന്നത്. ആചാര്യനോടുള്ള വായനക്കാരുടെ ചോദ്യവും അതിന് ആചാര്യൻ നൽകുന്ന മറുപടിയുമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ചോദ്യം എന്താണെന്ന് നോക്കാം. നാടെങ്ങും ധ്യാനം പഠിപ്പിക്കുന്ന സെന്ററുകൾ വരുന്നു. ഒരുപാട് ആളുകൾ ധ്യാനം പരിശീലിക്കുന്നു. ധ്യാനിക്കുന്നവർ നല്ല സുഖാനുഭവം പങ്കുവയ്ക്കുന്നു. എന്നാൽ ചില സന്യാസി വര്യന്മാർ പറയുന്നു ധ്യാനം ആർക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല എന്ന്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? ഇതിന്റെ ഉത്തരം എന്താണെന്നറിയണ്ടേ? വളരെ ബഹളം വെച്ച് സംസാരിച്ചിട്ട് നിങ്ങൾ കുറച്ചു നേരം മൗനമായിട്ടിരുന്നു നോക്കൂ. നല്ല സുഖം തോന്നുമല്ലേ? അല്ലെങ്കിൽ തിരക്കുപിടിച്ച ജീവിതത്തിനിടയിൽ എവിടെയെങ്കിലും ശാന്തവും രമ്യവുമായ ഇടങ്ങളിൽ ചെന്നുപെട്ടാൽ മനസ്സിന്റെ ഭാരം പെട്ടെന്ന് കുറഞ്ഞ് സുഖം ഉള്ളിലേക്ക് അരിച്ചിറങ്ങുന്നതായി അനുഭവപ്പെടും. ഈ ശാന്തത അവിചാരിതമായി നാം അനുഭവിക്കുന്നതാണെങ്കിൽ ശാന്തമായ അന്തരീക്ഷം മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത് പരിശീലിച്ച് അനുഭവിക്കുന്നതാണ് ഇപ്പോൾ പ്രചാരത്തിലിരിക്കുന്ന മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇതല്ല ഋഷിമാർ പറയുന്ന ധ്യാനാവസ്ഥ. അതാണ് സന്യാസിമാർ ധ്യാനം പഠിപ്പിക്കാനാവില്ല എന്ന് പറയുന്നതിന്റെ രഹസ്യം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നീ അഷ്ടാംഗ യോഗ മാർഗത്തിൽ 7ാമത്തെ അവസ്ഥയാണ് ശരിയായ ധ്യാനം എന്ന് പറയുന്നത്. സത്യം, അഹിംസ, അസ്തേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം എന്നിവ ആചരിച്ചു ശീലിക്കലാണ് ആദ്യപടി. അതോടൊപ്പം ബാഹ്യ ആഭ്യന്തര ശുചിത്വം, മനസ്സിനെ സന്തോഷമാക്കി നിലനിർത്തൽ, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം എന്നിവയും ശീലിക്കണം. പിന്നീട് പ്രാണശക്തിയെ നിയന്ത്രണത്തിലാക്കാൻ പ്രാണായാമം ശീലിക്കാം. അത് വെറും ശ്വസന വ്യായാമമല്ല. അത്തരം പ്രാണായാമമാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളത്. അത് നല്ല ഒരു വ്യായാമം മാത്രമാണ്. ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി കൂട്ടാനും രക്തചംക്രമണം നല്ലതാക്കാനും ഉപകരിക്കും. ആസനമാണ് അടുത്തതായി ശീലിക്കേണ്ടത്. അത് യോഗാസനമല്ല. യോഗ ഒരു പക്വമായ വ്യായാമമാണ്. ഒന്നും ചെയ്യാതെ ഇരുന്ന് കൊഴുപ്പടിയുന്ന ശരീരത്തിൽ വിയർപ്പു ഗ്രന്ഥികൾ പ്രവർത്തനക്ഷമമല്ലാതെ വരും. അതോടെ ശരീരം എന്ന യന്ത്രത്തിന്റെ ക്ഷമത കുറയും. അതിന്റെ ക്ഷമത വർദ്ധിപ്പിക്കാൻ തയ്യാറാക്കിയ ഒരു വ്യായാമമാണ് യോഗ. എന്നാൽ അഷ്ടാംഗമാർഗത്തിലെ ആസനം എന്നത് കുറെ സമയം സുഖമായി ഇരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും പോസ് പരിശീലിക്കുക എന്നതാണ്. ഇന്ദ്രിയങ്ങളെ അടക്കുന്ന പ്രത്യാഹാരവും ധാരണയും ശീലിച്ചുറച്ചാൽ മനസ്സടങ്ങി ആന്തരികമായ ആത്മതത്വത്തിൽ ലയിക്കാൻ പാകമാകും. അപ്പോൾ സാധകൻ എല്ലാ ബാഹ്യബന്ധങ്ങളും അറ്റ് സ്വയം മുഴുകിയിരിക്കുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത്. അതിന്റെ അടുത്ത അവസ്ഥ സവികൽപ്പ സമാധിയാണ്. യോഗീ അവസ്ഥയാണത്. ഈ ധ്യാനം ആർക്കും ആരെയും പഠിപ്പിക്കാൻ സാധിക്കില്ല. ഇത് മറ്റെല്ലാ മാർഗങ്ങളും ശരിയായി പരിശീലിച്ച ഒരുവൻ സ്വയം നേടുന്ന അവസ്ഥയാണ്. 6 മാർഗങ്ങൾ പരിശീലിപ്പിക്കാൻ ഒരു മാസ്റ്റർക്ക് സാധിക്കും. 7ാമത്തെ മാർഗമായ ധ്യാനം പരിശീലിപ്പിക്കാൻ സാധിക്കില്ല. അവിടെ സാധകൻ തന്നെ അതിന് പാകമാകണം. അപ്പോൾ ചിലർ ഇനിഷ്യേഷൻ കൊടുത്ത് ധ്യാനിപ്പിക്കുന്നതോ എന്ന് ചോദിക്കാം. യോഗികൾക്ക് അവരുടെ ഉള്ളിലെ ശാന്തതയെ പ്രസരിപ്പിച്ചുകൊണ്ട് അടുത്തു വരുന്നവരുടെ മനസ്സിന്റെ ഭ്രമം അടക്കി ശാന്തമാക്കാൻ സാധിക്കും. അത് അടുത്തിരുന്നും വിദൂരത്തിലിരുന്നും സാധിക്കും. ഒരാൾക്ക് 1000 പേരെ ഉപകരണമാക്കിക്കൊണ്ടും മറ്റുള്ളവരിലേക്ക് ഈ ശാന്തത എത്തിക്കാൻ സാധിക്കും.
അതൊന്നും ശാശ്വതമായ ധ്യാനാവസ്ഥയെ ഒരാളിൽ സൃഷ്ടിക്കില്ല. ആ സ്വാധീനത്തിൽ നിന്ന് വിട്ടാൽ അയാൾ പഴയ ആളായി മാറും. സ്വഭാവത്തിലോ പ്രകൃതത്തിലോ ഒരു മാറ്റവും സംഭവിക്കില്ല. അതാണ് ധ്യാന ഗുരുക്കന്മാരിൽ നിന്നും കിട്ടുന്ന ഇനിഷ്യേഷന്റെ പരിമിതി. ഇതോടെ ഇന്നത്തെ സത്ചിന്ത പൂർണ്ണമാകുന്നു. ഗുരുസാഗരം മാസിക വായിക്കാനും വരിക്കാരാവാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവുന്നതാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വിഷയങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്തേ.